ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വറുത്ത അരച്ച മുട്ടക്കറിയാണ് വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കലത്തിലാണ് വെക്കണത്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചതച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേപ്പില, പിന്നെ ഉരുളൻകിഴങ്ങും സവോളയും കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, ഉപ്പ്, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിരുമ്പി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനിത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കുക്കറിൽ ആവശ്യമായിട്ടുള്ള മുട്ട അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ മുട്ട അടിച്ച് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ചിരകിയത്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ നമ്മൾ ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായതിന് ശേഷം ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കൂട്ടാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂണൊക്കെ ഇടണം കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുക്കണം. നമ്മളെ വീട്ടിലത്തെ ഗരം മസാല ആണ് ഇട്ട് കൊടുക്കുന്നത്, കടയിലത്തെ അല്ല. അപ്പോൾ അതിൽ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് നമ്മൾ കറി നോക്കിയപ്പോൾ ഉരുളൻകിഴങ്ങും ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മിക്സി കംപ്ലൈൻ്റ് ആവും. അപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴമ്പ് പോലെ അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് നല്ല കുഴമ്പ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ കറിയിലേക്ക്, ഉരുളൻകിഴങ്ങ് വെന്തയിലേക്ക് നമ്മൾ ഈ തേങ്ങ അടിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇതാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പ് പാകത്തിനുണ്ടോ, എരിവൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് തിളച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ട വെന്തത് നമുക്കിതിലേക്ക് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ല ഉപ്പും എരിവൊക്കെ ആ മുട്ടയമ്മ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ മുട്ട നല്ല രസം ഉണ്ടാവും. ഇനി നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തീ ഓഫാക്കിയതിന് ശേഷം വേണം വേപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് വേപ്പില കരിഞ്ഞു പോകും. അതിനത് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്